ഹായ് ഹലോ എല്ലാ മക്കൾക്കും ഫിറ്റ്നസ് റീബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ സ്നേഹസുന്ദര പാതയിലൂടെ എന്ന് പറയുന്ന യൂണിറ്റ് 2 ഫാത്തിമത്തുരുത്ത് എന്ന ഒരു പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഫാത്തിമത്തുരുത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാത്തിമത്തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ വിവരിച്ചിരിക്കുന്നത് എങ്ങനെ? ആ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 24 ഈ ഒരു ചോദ്യം വരുന്നത്. ഉത്തരം, ഫാത്തിമത്തുരുത്ത് എന്ന സ്വപ്നലോകം തനിക്ക് എങ്ങനെയാണ് ആശ്വാസം നൽകുന്നത് എന്ന് കവി വിവരിച്ചിട്ടുണ്ട്. ഫാത്തിമത്തുരുത്തിൽ എത്തിയാൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന വഞ്ചിയിൽ നിലാവ് കാണണം. അവിടെയുള്ള പൂക്കളോട് മറ്റു പൂക്കളെക്കുറിച്ച് അന്വേഷിച്ച് അവയെ കാണണം. രാക്കിളിയുടെ പാട്ടിനൊപ്പം കൂടി പാട്ടുകൾ ഏറ്റുപാടണം. കായലിൽ മാലയിട്ട് സ്വപ്നം കണ്ട് ഒഴുകി നടക്കുന്ന കൊപ്പിളി മീനിനെ കാണണം. പൂ പോലുള്ള നിലാവിൻ്റെ വല വിരിച്ച് അതിനെ ഇണക്കി കൂടെ കൂട്ടണം. ഇതെല്ലാം അവിടെ കാഴ്ചകളായി ഉണ്ടാകുമെന്ന് കവി പറയുന്നു. ഏറ്റവും സൗന്ദര്യാത്മകമായി അവിടുത്തെ പ്രകൃതിയെ കവി ഇങ്ങനെയെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ചോദ്യം 2, രോഗബാധിതർ കിടന്ന് അലറുന്ന കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകാമെന്നാണ് കവി ചിന്തിക്കുന്നത്? എങ്ങനെയായിരിക്കും? ഉത്തരം, കവി ഫാത്തിമത്തുരുത്ത് എന്ന സങ്കല്പ ലോകത്തെ പറ്റി വിശദീകരിക്കുകയാണ്. പലതരം രോഗങ്ങൾ ബാധിച്ചവരും ജീവിത ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുമുള്ള ധാരാളം ചെറിയ വീടുകൾ ഫാത്തിമത്തുരുത്തിലുണ്ടാകും. രോഗബാധിതരായ ആളുകൾ വേദനകളാൽ കിടന്ന് അലറുന്ന ആ ചെറിയ കൂരുകൾക്ക് ആശ്വാസം നൽകുവാൻ ജീവിതത്തിന്റെ ഔഷധം നിറച്ച സ്നേഹവും കൂടെയുള്ളതിനാൽ ഫാത്തിമത്തുരുത്തിൽ പോകണമെന്ന് കവി ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ഔഷധം സ്നേഹമാണ് എന്ന ആശയമാണ് കവി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. തുരുത്തിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയാണ്? ഉത്തരം, കവി കുരിപ്പുഴ ശ്രീകുമാറിന്റെ കവിതയായ ഫാത്തിമത്തുരുത്ത് ഭാവനസമ്പന്നമായ ഒട്ടേറെ ചിത്രങ്ങൾ സമൃദ്ധമാണ്. അവിടെയുള്ള ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ പല വരികളിലായി കവി വിവരിക്കുന്നുണ്ട്. രോഗബാധിതർ പോകണം, വേനലിന്റെ മുഷ്ടിയിൽ പോകണം, പൂച്ചകൾ പോകണം, ഭൂമിയെ പോകണം. ഫാത്തിമത്തുരുത്ത് സ്വപ്നങ്ങളാലും യാഥാർത്ഥ്യത്താലും നിറഞ്ഞതാണ്. സ്വപ്നങ്ങളും നിറഭംഗികളും മാത്രമായാൽ അത് യഥാർത്ഥ ലോകത്തിന്റെ പ്രതീതി ഉണ്ടാക്കും എന്നതിനാൽ കവി കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളും കൂടി ഫാത്തിമത്തുരുത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കാണാനും അവിടെ ചേർത്തു നിർത്താനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ കവിത നൽകുന്ന സന്ദേശം. ഭാവനായാത്രയാണെങ്കിലും കവി നമ്മോട് പറയുന്നത് പലവിധത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സഹജീവികളെ സ്നേഹത്താൽ ചേർത്തു പിടിക്കണം എന്ന് തന്നെയാണ്. ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിന്റെ പ്രതിനിധിയായി കവി ഇവിടെ മാറുകയാണ്. ജനങ്ങൾ മാത്രമല്ല, നിരവധി ജീവജാലങ്ങളും സസ്യലതാദികളും അവിടെ ഉണ്ട്. നിലാവും രാത്രിവഞ്ചിയും രാക്കിളിയും കൊപ്പിളിമീനുകളും രോഗബാധിതരായ മനുഷ്യരും മേഘങ്ങളും പൂച്ചകളും നായ്ക്കളും കമ്പോന്നി കാടമാല തുടങ്ങിയ സസ്യജാലങ്ങളും ചേർന്ന സന്തുലിത ആവാസ വ്യവസ്ഥ ഫാത്തിമത്തുരുത്തിലുണ്ട്. മനുഷ്യനും സകല ജീവജാലങ്ങളും സ്നേഹത്തോടെയും സഹകരണ മനോഭാവത്തോടെയും കഴിയുന്ന ഇവിടെ എത്തിപ്പെടാൻ ദ്വീപ് സമൂഹമായതിനാൽ ബുദ്ധിമുട്ടാണെങ്കിലും കവി ആ ദ്വീപിൽ പോയിട്ടുണ്ട്, ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സ്നേഹിക്കുമ്പോഴാണ് ജീവിതം ഐശ്വര്യപൂർണമാകുന്നത് എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു. വേനലിന്റെ കാഠിന്യം സഹിക്കാനാകാതെ സസ്യലതാദികളെല്ലാം നാശത്തിലേക്കും ഭൂമി വരൾച്ചയിലേക്കും പോയതായി കവി പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് സൗന്ദര്യവും മറുഭാഗത്ത് അതിന്റെ വിപരീത അവസ്ഥകളും ജീവിതത്തിൽ എന്നതുപോലെ ഫാത്തിമത്തുരുത്തിലും ഉണ്ട്. അത് സസ്യങ്ങളെയും മനുഷ്യരെയും മുഴുവൻ ബാധിക്കുന്നതുമാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഈ വൈരുദ്ധ്യാത്മക നിറഞ്ഞ ചിത്രങ്ങളാണ് ഫാത്തിമത്തുരുത്തിനെ കുരീപ്പുഴ ശ്രീകുമാറിന്റെ മറ്റു കവിതകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇനി അടുത്തത്, പൂക്കളോട് പൂക്കളെ തിരക്കുക, പായൽമാലയിട്ട കൊപ്പിളിമീൻ, ജീവിതൌഷധം നിറച്ച സ്നേഹം. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ ഭംഗി വിശദീകരിക്കുക.
ഉത്തരം 1. പൂക്കളോട് പൂക്കളെ തിരക്കണം എന്ന് ഫാത്തിമത്തുരുത്തിൽ എത്തിയാൽ ചെയ്യേണ്ട കാര്യമായി കവി പറയുന്നുണ്ട്. മറ്റു പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കാത്തത്ര സസ്യലതാദികളും ഫാത്തിമത്തുരുത്തിലുണ്ട്. ഒന്നിനോട് ചോദിച്ചാൽ മറ്റൊന്നിന്റെ വിശേഷങ്ങൾ അറിയാം എന്ന് കവി പറയുന്നു. വളരെ ലളിതമായി തോന്നുമെങ്കിലും എത്രയോ വലിയ സത്യമാണ് കവി ഇവിടെ വെളിപ്പെടുത്തുന്നത്. പൂക്കളുടെ പാരസ്പര്യം, സ്നേഹം അത് പ്രകൃതി സ്നേഹിയായ കവി തിരിച്ചറിയുന്നു. അടുത്തത് പായൽമാലയിട്ട കൊപ്ലിമീൻ. കായലിലെ പായലിനടിയിലാണ് ഇത്തരം മീനുകൾ വസിക്കുന്നത്. കായലിൽ മീനുകളെ കാണുമ്പോൾ പായൽ കൊണ്ട് മാലയിട്ട് സുന്ദരികളായ മീനുകൾ എന്ന് തോന്നും. അതാണ് ഇവിടെ കവി പറയുന്നത്. കൊപ്ലി മീനിനെ പൂനിലാവിന്റെ വല വിരിച്ച് ഇണക്കിയെടുക്കണമെന്നാണ് കവിയുടെ മനോഹരമായ സങ്കല്പം. ഇനി മൂന്നാമത്തത് ജീവിതൌഷധം നിറച്ച സ്നേഹം. ഫാത്തിമത്തുരുത്തിലെ കൂരകളിൽ രോഗബാധിതരായി നിലവിളിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവർക്ക് ഔഷധത്തോടൊപ്പം സ്നേഹവും കരുതലും നൽകി ആശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് കവി പറയുന്നു. ജീവിതമാകുന്ന ഔഷധം സ്നേഹം നിറച്ചതാവണം. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കൂടാതെ മഞ്ഞുമാക്സിയിൽ വിറക്കുക, തീക്കുടക്കകൾ പോലെ വിറക്കുക, പാനശീലം ത്യജിച്ചുറങ്ങുക തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളും ഈ കവിതയിലുണ്ട്. പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രതീകമാകുമ്പോൾ തന്നെ വേദനയുടെയും വരൾച്ചയുടെയും ചിത്രങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ഇതെല്ലാം ഫാത്തിമത്തുരുത്തിൽ കവി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത പ്രവർത്തനം, ജനകീയ സമിതി നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകാനുള്ള നിവേദനം തയ്യാറാക്കുക. അപ്പോൾ നിവേദനം തയ്യാറാക്കേണ്ട രീതിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രമത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതുപോലൊരു നിവേദനം തയ്യാറാക്കി അവതരിപ്പിക്കുക. അടുത്ത പ്രവർത്തനം, കവിത പൂർത്തിയാക്കാം. നിങ്ങളുടെ ഭാവനയിലെ ഫാത്തിമത്തുരുത്ത് എങ്ങനെയുള്ളതാണ്? ഇതേ താളത്തിലും ഈണത്തിലും കവിത എഴുതുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവനയിലുള്ള ഫാത്തിമത്തുരുത്ത് എങ്ങനെയുള്ളതാണെന്നുള്ള വരികൾ എഴുതുക കേട്ടോ. നമ്മുടെ ഈ ഒരു ഫാത്തിമത്തുരുത്ത് എന്ന ഒരു കവിതയുടെ അതേ ഈണത്തിലും ഭാവത്തിലും വേണം എഴുതാനായിട്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താന്ന് നോക്കാം. കനകക്കിരണങ്ങൾ കുളിരു ചൊരിയുമ്പോൾ മേടവേലിൽ ഇളവേൽക്കണം. പുഴമണലിൽ തിളങ്ങുന്ന ഓർമ്മയായി ഫാത്തിമത്തുരുത്തിലൊന്ന് പോകണം. കണ്ടാലുടനെ പുഞ്ചിരിക്കും തളിരിനെ തൊട്ട് കൂടെ കൂട്ടണം. പാതിരാവിലൂറുമ വെണ്ണിലാവ് നുകരണം. ജീവന്റെ വേരറുത്ത വേനലിനെ മറക്കണം. കരയറിയാ പാതയിൽ കാറ്റായി വീശണം. കൂരിരുൾ വഴികളിൽ ദീപമായി മാറണം. കണ്ണീർ നോവിൽ ശലഭമായി എത്തണം. ഭാവനത്തുരുത്തിലൊന്ന് പോകണം. അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണിത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ. അപ്പൊ എക്സാം ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം ഒക്കെ നന്നായിട്ട് എഴുതട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ള സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.